Welcome friends to this week questions. Yes, let us see the questions. First one is, he is as dash as a bee. He is as dash as a bee. What's the right answer? Tricky, greedy, fresh, nimble. What's the right answer? Next one, he took revenge dash his foes. For, on, by, in. He admitted his guilty, innocent, guilt, happy, which is the right word. If you had been more polite, he would have agreed, he would agree, he could agree, he has agreed. Fifth one, we dash all yesterday, have worked, were worked, has worked. Next, I am not at all satisfied. Aren't I? Am I? Are I? Amn't I? It is a very wonderful opportunity. This sentence is imperative, exclamatory, assertive or interrogative. Choose the incorrect part of the sentence. Much water has flown under the bridge. Much water has flown under the bridge. The feminine gender of milkman is dash. Milkmaid, milkwoman, milk lady, milk girl. Last question. The idiom hot under the collar means satisfied, angry, happy or confused. Okay dears, you please do it yourself. After that, let us go to the analysis. You can pause and you can do it. Okay. After that, you can proceed. First question is, he is as dash as a bee. There is a popular simile. There are many such similes in English. ഒരു തേനീച്ചയെ പോലെ എന്താണെന്ന് പറയേണ്ടത്? ട്രിക്കി അല്ല, ഗ്രീഡി അല്ല. കൗശലക്കാരനായാണൊക്കെയാണ് ട്രിക്കിന്റെ അർത്ഥം. ഗ്രീഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർത്തില്ലാന്നാണ്. ഫ്രഷ് നമുക്കറിയുന്ന വാക്കാണ് നിമ്പിൾ. നിമ്പിൾ ആണ്. അങ്ങനെ ആ വാക്കാണ് സാധാരണ ഉപയോഗിക്കൽ. ആസ് നിമ്പിൾ ആസ് എ ബി. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് നമുക്ക് കിട്ടാൻ നമ്മൾ ആ സിമിലികൾ കാണാതെ പഠിക്കലേ നിവൃത്തിയുള്ളൂ. ഇതൊക്കെ പ്രയോഗങ്ങളെ പോലെയാണ്. Second one is, he took revenge dash his foes. Here what is checked is whether you are familiar with that preposition. Took revenge കഴിഞ്ഞിട്ട് നമ്മൾ ഏത് preposition ആണ് വെക്കുക? See, for is there, on is there, on is the right answer. He took revenge on എന്നാണ് പറയുന്നത്. Okay dears. Next one, he admitted his. അദ്ദേഹത്തിന്റെ എന്തോ സമ്മതിച്ചു എന്നാണ്. അതൊക്കെ വളരെ യുക്തിപരമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതായത് അഡ്മിറ്റഡ് ഹിസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്ന ഒരു കാര്യം നൗണാവാനേ പറ്റുള്ളൂ. നൗണാവാനേ പറ്റുള്ളൂ. നമുക്കറിയാം ഗിൽറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്ജക്റ്റീവ് ആണ്. അതായത് കുറ്റകരമായ കുറ്റം ചെയ്ത എന്നൊക്കെയാണ് ഗിൽറ്റിന്റെ അർത്ഥം വരിക. ഇന്നസെന്റ് എന്ന് പറഞ്ഞാലും അഡ്ജക്റ്റീവ് ആണ്. നിരപരാധിയായ എന്നാണ് അതിന്റെ അർത്ഥം. അത് മാത്രമല്ല ചിലപ്പോൾ നൗണായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ആ സെൻസ് നമുക്ക് അവിടെ വെക്കാൻ പറ്റില്ല. ഇന്നസെന്റ് എന്നൊക്കെ പറയാം. അപ്പൊ നിരപരാധി എന്നർത്ഥം അവര്. അപ്പൊ ഹിസ് നിരപരാധി, അവന്റെ നിരപരാധി പറയില്ല. ഗിൽറ്റ് ശ്രദ്ധിക്കണേ. അതാണ് അവിടെ വരിക. എന്താ കാരണം? ഗിൽറ്റ് എന്ന് പറഞ്ഞാല് അവന്റെ തെറ്റ്, അവന്റെ സംഭവിച്ച ആ തെറ്റ് അവൻ സംഭവിച്ചു എന്ന സെൻസ് ആവാറുണ്ട്. അപ്പൊ ഗിൽറ്റ് ആവേണ്ടത്. റെഡിയല്ലേ? ഗിൽറ്റി പറ്റാത്ത അഡ്ജക്റ്റീവ് ആയതുകൊണ്ടാണ് ഇന്നസെന്റ് ആ സെൻസ് അവിടെ പറ്റൂല. അതുകൊണ്ടാണ് ആ സമയത്ത് ഇന്നസെൻസ് പറയും. പക്ഷെ അഡ്മിറ്റഡ് വരുമ്പോ ഒന്നും പറയില്ല, ഗിൽറ്റ് മാത്രമേ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ ഈസ്, if you had been more polite.
നീ കൂടുതൽ വിനയം കാണിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്നാ ചോദ്യം. ഹി വുഡ് ഹാവ് അഗ്രീഡ് എന്നാണ് ഉത്തരം. ഹലോ, ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ പരീക്ഷകളിലുള്ള സാധനമാണ് ഇഫ് ക്ലോസ്. നമ്മൾ ഇഫ് ക്ലോസ് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് സി വാട്ട് ഈസ് ദ വേർബ് ഹിയർ. നല്ല ശ്രദ്ധിക്കണം. ഹിയർ ഇറ്റ് ഈസ് ഹാഡ് ബീൻ. ഹാഡ് ബീൻ ഈസ് ഇൻ ദ ഫോം ഹാഡ് പ്ലസ് V3. ദെൻ ഹിയർ there should be, ശ്രദ്ധിക്കണം, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് ടൈപ്പ്, സെക്കൻഡ് ടൈപ്പ്, തേർഡ് ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോബബിൾ, ഇംപ്രോബബിൾ, ഇമ്പോസിബിൾ. അപ്പൊ അവിടെ അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് നമ്മളെ സെന്റൻസിന്റെ ഘടന വരിക. അതായത് ഇഫ് കഴിഞ്ഞ് സബ്ജക്ട്, പിന്നെ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ ഇവിടെ സബ്ജക്ട് കഴിഞ്ഞ് വുഡ്, കുഡ്, ഷുഡ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് വരേണ്ടത്. അതായത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു എന്ന് വരുന്നതാണ്, ആ അർത്ഥത്തിൽ വരുന്നതാണ് തേർഡ് ടൈപ്പ്. അതായത് ഇമ്പോസിബിൾ കണ്ടീഷൻ ആണത്. ഇഫ് ഐ ഹാവ് റിട്ടൺ ദ എക്സാമിനേഷൻ ഐ വുഡ് ഹാവ് സ്കോർഡ് ദ ഹയസ്റ്റ് ഗ്രേഡ്സ് ഓർ ഐ ഹാവ് പാസ്ഡ് ഇൻ ദ എക്സാമിനേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന മാതിരി. ഇഫ് ഐ ഹാഡ് റിട്ടൺ ദ എക്സാമിനേഷൻ, ആ എക്സാം എഴുതിയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് വൺ ഇറ്റ്, ഞാൻ വിജയിക്കുമായിരുന്നു. എഴുതിയിട്ടില്ല, അതുകൊണ്ട് വിജയിച്ചിട്ടില്ല. ഇഫ് ഐ ഹാഡ് നോൺ ഇറ്റ്, ഞാൻ അത് അറിഞ്ഞിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു, ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. ഇഫ് ഐ ഹാഡ് നോൺ ഇറ്റ് ഐ വുഡിന്റ് ഹാവ് സ്റ്റാർട്ടഡ്, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുറപ്പെടുമായിരുന്നില്ല. ഇങ്ങനത്തെ ഈ രീതി പറയുമ്പോഴാണ് ഇഫ് ഐ ഹാഡ് യുവർ നമ്പർ ഐ വുഡ് ഹാവ് ഇൻവൈറ്റഡ് യു, എൻ്റെ അടുത്ത് നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിളിക്കുമായിരുന്നു. അപ്പൊ ഈ രീതിയിലുള്ളതാണ്. അതായത് തേർഡ് ടൈപ്പാണ്. നമുക്കറിയാം ഫസ്റ്റത്തത് ഇഫ് ഐ വർക്ക് ഐ വിൽ പാസ്, V1 ആണ്. രണ്ടാമത്തെ ഇഫ് ഐ വർക്ക്ഡ് ഐ വുഡ് പാസ്. തേർഡ് ആണ് ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് ഐ വുഡ് ഹാവ് പാസ്ഡ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഓപ്ഷൻ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഹാഡ് ബീൻ ആവുമ്പോൾ നമുക്ക് ഇവിടെ വേണ്ടി വരിക വുഡ് ഹാവ് പ്ലസ് V3 ആണെങ്കിൽ ഇതിലേതെങ്കിലും ഇപ്പൊ ഹാവ് പ്ലസ് V3 ആണ്, അത് ഇതേ ഉള്ളൂ. നമുക്കറിയാലോ ഇതിന്റെ അർത്ഥം എങ്ങനെ വരിക? കൂടുതൽ വിനയം കാണിച്ചിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹം അംഗീകരിക്കുമായിരുന്നു, അല്ലെങ്കിൽ അയാൾ അംഗീകരിക്കുമായിരുന്നു, സമ്മതിക്കുമായിരുന്നു എന്നൊക്കെ അർത്ഥം വരും. ക്ലിയർ ആണല്ലോ? ഇത് ഓർത്ത് വെക്കണേ. ഫസ്റ്റ് ആണെങ്കിൽ എന്താ വരിക? എസ് കഴിഞ്ഞിട്ട് V1, എസ് അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആ വരിക. ഇവിടെ വില്ല്, ഷാള്, ഇതിന്റെ ഒക്കെ ഫസ്റ്റ് രൂപങ്ങൾ അറിയാലോ. വില്ല്, ഷാള്, വില്ല്, ക്യാന്, ഷാള്. പിന്നെ അത് വന്നാൽ പിന്നെ എന്തുകൊണ്ട് ഹാവ് ഒന്നും വേണ്ട, V1 ആ വരുള്ളൂ അതിന്റെ കൂടെ, നമുക്കറിയാലോ. ഇനി ഇവിടെ രണ്ടാമത്തെ ആകുമ്പോൾ ഇവിടെ എന്താ V2 ആണ് വരിക, സിമ്പിൾ പാസ്റ്റ് ആ വരിക. അപ്പൊ ഇവിടെ വുഡ്, കുഡ് ഇതൊക്കെ ഉണ്ടാവും. അതിന്റെ കൂടെ V1 ഉണ്ടാവുക. അതായത് ഹാവ് വേണ്ട, V1 മതി. നമുക്ക് വിശദമായി പിന്നെ ചർച്ച ചെയ്യാം. ഇതിന്റെ ഉത്തരം ക്ലിയർ ആയിട്ടുണ്ടാവും. ഹാഡ് ബീൻ എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 ആണ്. സോ ഇറ്റ് ഈസ് the third type condition, so we have to use would, could, should plus have plus V3 form. Clear? Yes. Now fifth one is we dash on yesterday. Have worked ഉണ്ട്, were worked ഉണ്ട്, has worked ഉണ്ട്, worked ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗ്രാമറൊക്കെ വർക്ക്ഡ് ആണ് ശരി. എന്തുകൊണ്ടാണ് വർക്ക്ഡ് ശരിയായത്? അവിടെ യെസ്റ്റർഡേ എന്നുള്ള കറക്റ്റ് ഒരു പാസ്റ്റിലെ ഒരു മൊമെന്റ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ടൈം നമുക്ക് പറയാം. അതുണ്ടെങ്കിൽ അത് പാസ്റ്റിലുള്ള പോയിന്റ് ഓഫ് ടൈം ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് മാത്രമേ പാടുള്ളൂ നിയമമുണ്ട്. അതല്ല, അത് അത്ര വ്യക്തമല്ലാത്തതാണ്, നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ഇത് യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ഇൻ 1992 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കറക്റ്റ് പറഞ്ഞാൽ, ലാസ്റ്റ് വീക്ക് അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ കറക്റ്റ് നമുക്ക് കൃത്യമായിട്ട് ഒരു സ്പെസിഫിക് ടൈം കാണിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് എന്തേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? V2 മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. റെഡി? സിക്സ് വൺ, ഐ ആം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ്. ടാഗ് ചേർക്കാനാണ്. നോക്കൂ, എന്താ ടാഗ്? ആമയ്യാണ്. എങ്ങനെ അത് വന്നത് നോക്കിക്കോ. ഐ ആം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് എന്നാണ്. ഇവിടെ നമുക്കറിയാം ഓക്സിലറി ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിലറി ഇൻഡ്യ പ്ലസ് പ്രോനൗൺ എന്നാണ് അതിന്റെ ഏത് രൂപം. ക്വസ്റ്റ്യൻ മാർക്കുമാണ്. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവണം, ടൈപ്പ് ചെയ്യാൻ വിട്ടതാണ്. റൈറ്റ്? കഴിഞ്ഞതൊക്കെ ചെയ്തതാണ്, ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ നോക്കണം, ഓക്സിലറി ഉണ്ടോ എന്നാണ്. ഉണ്ട്. ഏതാ ഓക്സിലറി? ആം ഉണ്ട്, അത് നമ്മൾ വെച്ചു. അത് കഴിഞ്ഞ് നെഗറ്റീവ് വേർഡുകൾ ഉണ്ടോ എന്നാണ്. നോട്ട് ഉണ്ട്, നെഗറ്റീവ് വേർഡ്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണ്ട? നോട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചേർക്കണ്ട? ഈ ഇൻഡ് ചേർക്കണ്ട. ഈ നോട്ട് ഒരു നോട്ട് വന്നാൽ പിന്നെ ഇൻഡ് ചേർക്കണം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആകുമ്പോൾ, സെന്റൻസ് നെഗറ്റീവ് ആകുമ്പോൾ ടാഗ് പോസിറ്റീവ് ആകും. അപ്പൊ ഇൻഡ് ചേർക്കണ്ട. അപ്പൊ നമ്മൾ ആം എന്ന് വെച്ചു. പ്രോനൗൺ ഐ ആണ്. അപ്പൊ എങ്ങനെ വരിക? ആം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ്, ആം ഐ എന്നാ വരിക.
ഇനി ഇവിടെ ഐ ആം സാറ്റിസ്ഫൈഡ് എന്നാണെങ്കിൽ എങ്ങനെ വരിക? ആറിന്റെ വരിക. നമുക്ക് അറിയുന്നതാണ്, ആമിന്റെ നമ്മൾ പ്രയോഗിക്കാറില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് എ വെരി വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ദിസ് സെന്റൻസ് ഈസ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഈ സെന്റൻസ് എന്ത് സെന്റൻസ് ആണെന്നാണ് ചോദ്യം. ഏതൊക്കെ ഓപ്ഷൻസ്? ഇമ്പറേറ്റീവ് ആണ്. ഇമ്പറേറ്റീവ് നിങ്ങൾക്കറിയാം, കമാൻഡോ, റിക്വസ്റ്റോ അതുപോലുള്ള കാര്യങ്ങൾ, എൻറ്റിറ്റീസ് അതുപോലുള്ള കാര്യങ്ങളാണ്. അവിടെ നമുക്ക് ഇതിനെ തിരിച്ചറിയാം. തുടങ്ങുന്നതിന്റെ പ്രധാന ഭാഗം ഏതായിരിക്കും? വേർബ് ആയിരിക്കും. നമുക്കറിയാം, അതായത് വേർബ് ആയിരിക്കും. അത് എന്തായിരിക്കും? സാധാരണഗതി ഈവൻ കൊണ്ടൊക്കെയാണ് തുടങ്ങുക. ഇനി പ്ലീസ് ഒക്കെ വെച്ചാലൊക്കെ എഴുതാം. എന്തായാലും പ്രധാന ഭാഗം എന്തായിരിക്കും? വേർബ് ആയിരിക്കും. നമുക്കറിയാം, ഉദാഹരണമായിട്ട് ഗെറ്റ് ഔട്ട്, കം ഹിയർ, അങ്ങനെ വേർബ് കൊണ്ടായിരിക്കും. പ്ലീസ് കം ഹിയർ, പ്ലീസ് ഗീവ് മി എ പെൻ, അങ്ങനെയൊക്കെ നമുക്കത് പറയാം. എക്സ്ക്ലമേറ്റർ നമുക്കറിയാം, ദാറ്റ് ഷോസ് എക്സ്ക്ലമേഷൻ, അറിയുന്നതാണ്, വണ്ടർ കാണിക്കുന്നതാണ്. അസർട്ടീവ് എന്ന് പറഞ്ഞാൽ സാധാ സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അറിയാലപ്പോൾ ഏതാത്? ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ പ്രസ്താവന, അത് സബ്ജക്റ്റ് കൊണ്ട് തുടങ്ങി അവസാനം ഫുൾ സ്റ്റോപ്പ് തീരുന്നതാണ്. നമുക്കത് കണ്ടാൽ അറിയാം. അതുകൊണ്ട് ഏതാണ്? അസർട്ടീവ് ആണ്. റെഡി? ചൂസ് ദി ഇൻകറക്റ്റ് പാർട്ട് ഓഫ് ദ സെന്റൻസ്. ശ്രദ്ധിക്കണം കേട്ടോ. മച്ച് വാട്ടർ ഹാസ് ഫ്ലോൺ അണ്ടർ ദ ബ്രിഡ്ജ്. ഇവിടെ എന്താ തെറ്റ്? ഇവിടെ കാണിച്ചിട്ടുണ്ട് ഹാസ് ഫ്ലോൺ എന്നാണ് തെറ്റ്. എന്താണ് തെറ്റ്? നമ്മൾ പഠിക്കുമ്പോൾ, വേർബ് പഠിക്കുമ്പോൾ അതിന്റെ 5 ഫോം കൃത്യമായിട്ട് നമുക്ക് അറിയണം. അത് ഓർക്കാൻ വേണ്ടിയിട്ടാണത്. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ ആണ്. പറക്കുക എന്നാണ് ഈ ഫ്ലോണിന്റെ അർത്ഥം. ഫ്ലോ, ഫ്ലോഡ്, ഫ്ലോഡ്. ഇവിടെ നമുക്ക് ഒഴുകി എന്ന് പറയുമ്പോൾ ഫ്ലോഡേ പറ്റുള്ളൂ, ഫ്ലോൺ പറ്റൂല. ഓക്കെ ഡിയർ. നൗ 9th ക്വസ്റ്റ്യൻ. The feminine gender of milkman എന്നുള്ളതിന് സ്ത്രീലിംഗം എന്താണ്? That is milkmaid. കാരണം അത് പഠിക്കുക വേറെ മാർഗങ്ങളൊന്നുമില്ല. The idiom hot under the collar means. എന്താണ് ഇഡിയത്തിന്റെ അർത്ഥം? ആംഗ്രി എന്നാണ്. എന്താ അർത്ഥം? ആംഗ്രി എന്നാണ്. എല്ലാവരും ഉത്തരങ്ങൾ ശരിയായിരിക്കും. ശരിയാവട്ടെ. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരുപാട് അനുഭവങ്ങൾ കിട്ടും. അത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കും, പരീക്ഷകൾക്കൊക്കെ എളുപ്പമാക്കും. ഓക്കെ, hope you have learned what we have discussed. Thank you for watching. Meet you again. Till then, goodbye.